കല്യാണ പാർട്ടികളിലൊക്കെ വിളമ്പുന്ന നാടൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് 6 ഗ്രാമ്പൂ, 8 ഏലയ്ക്ക, 2 കഷ്ണം പട്ട, 1 ബേ ലീഫ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ 20 മിനിറ്റ് കുതിർത്തി വെച്ചിരുന്ന 2 കപ്പ് ബാസ്മതി റൈസാണ് ചേർക്കുന്നത്. അരി ഒന്ന് പാകത്തിന് വേവിച്ച് വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള കൂടി ഒന്ന് വഴറ്റി നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ബ്രൗൺ ആകുമ്പോൾ മാറ്റി വയ്ക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ മാത്രം സൺഫ്ലവർ ഓയിലിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയ ശേഷം ഒരു വലിയ ക്യാരറ്റും 10-12 ബീൻസും അല്പം ഉപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ വേവിച്ചെടുത്ത അരിയുടെ പകുതി അങ്ങ് നിരത്തി കൊടുക്കാം. അതിന് മുകളിലായിട്ട് വഴറ്റിയെടുത്ത വെജിറ്റബിൾസും അതുപോലെ വറുത്ത സവാളയും കാഷ്യൂ നട്ട്സും വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഒന്ന് നിരത്താം. അതിനുശേഷം മുകളിലായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ഒന്ന് നിരത്തിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നാടൻ രീതിയിലുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. താങ്ക്